ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീർ കറിയാണ്. അതിനായി ഞാൻ അമൂൽ മലായി പനീറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ചൂടാകാനായിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റൗ എല്ലാം കത്തിച്ച് ഇനി ഈ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അങ്ങനെ നമ്മുടെ പനീർ പൊട്ടിച്ച് ഞാനൊരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇതിൽ കിടക്കട്ടെ. അങ്ങനെ നമ്മുടെ ചട്ടിയിലെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി. അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തനിനാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ചൂടായി വരട്ടെ. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മുടെ കടുക് എല്ലാം പൊട്ടിക്കഴിഞ്ഞ് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ പട്ട, വയനയില, ഗ്രാമ്പൂ ഇതിട്ട് കൊടുക്കാം. അങ്ങനെ അതും ഏതാണ്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ചെറുജീരകം ഇട്ട് കൊടുക്കാം. ഇതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു 4 ഇടത്തരം സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ സവോള ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല റെഡ് കളറാകും. ആ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരു കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. കാരണം ഇത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ പനീർ നമ്മുടെ ചൂടുവെള്ളത്തിൽ നിന്നെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്ന മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഗ്രേവിക്കകത്തിട്ടിടുമ്പോൾ പൊടിയാതിരിക്കാനാണ് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ ഗ്രേവിയിലേക്ക് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇനി ഇത് ആ പച്ച മണം മാറുന്നിടം വരെ നല്ലതുപോലെ ഈ ഉള്ളിയിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഏതാണ്ട് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതാണ്. ഉള്ളിയിലേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്ത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വാടണം. അങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഈ ഗ്രേവിയിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ മല്ലിയില നമുക്ക് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ചേർക്കേണ്ട
സാധനമാണല്ലോ പനീർ. അത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ കറുകപ്പട്ടയും വയനയിലേക്ക് ഇട്ടതല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എൻ്റെ ടേസ്റ്റി പനീർ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.